നമസ്കാരം. ലേറ്റ് എഡിഷൻ തുടങ്ങുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അല്പസമയം മുമ്പ് വന്ന ഒരു കായിക വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കിടക്കുന്നത്. കാര്യവട്ടം 2020 ഇന്ത്യക്ക് തകർപ്പൻ ജയം. ന്യൂസിലൻഡിനെ 46 റൺസിനാണ് തോൽപ്പിച്ചത്. ഇതോടെ പരമ്പര ഇന്ത്യ 4-1 സ്വന്തമാക്കി. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. അനിൽ, സഞ്ജു സാംസൺ നേരത്തെ പുറത്തായത്, റൺസ് കൂടുതൽ എടുക്കാതെ പുറത്തായത് വലിയ നിരാശയായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് ജയം എന്നത് നമുക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യം. അതും ഗ്രീൻഫീൽഡ് തുടർച്ചയായി ഇന്ത്യ ജയിച്ചു കയറുന്നു. ഇന്ത്യയുടെ ഭാഗ്യകരമുണ്ടായ ഒരിക്കൽ കൂടി ഗ്രീൻഫീൽഡ് മാറുന്നു. എങ്ങനെ വിലയിരുത്താം കളിയെ? ഒപ്പം എത്രമാത്രം ആത്മവിശ്വാസം ഈ ജയം ഇന്ത്യൻ ക്യാമ്പിന് നൽകുന്നുണ്ട്? തീർച്ചയായും ഒരു ജയം തന്നെയാണ് കാര്യവട്ടത്ത് ടീം ഇന്ത്യ നോക്കിയത്. ആദ്യം ബാറ്റ് കൊണ്ടും പിന്നീട് പന്ത് കൊണ്ടും തകർപ്പൻ പ്രകടനം. ഫീൽഡിലുടനീളം ഇന്ത്യയുടെ ഫീൽഡർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഇന്ത്യക്ക് 46 റൺസിന്റെ ഒരു ഗംഭീര ജയം തന്നെയാണ് സ്വന്തമാക്കിയത്. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ സഞ്ജുവിന്റെ വെടിക്കെട്ട് കാണാനാണ് കാര്യവട്ടത്തെ ആരാധകർ ആഗ്രഹിച്ചത്. പക്ഷെ അതുണ്ടായില്ല. സഞ്ജു ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി വെറും 6 റൺസിന് പുറത്തായി. പക്ഷേ സഞ്ജു പുറത്തായെങ്കിൽ പോലും ആ റോൾ ഏറ്റെടുത്ത ഇഷാൻ കിഷൻ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അദ്ദേഹം തന്റെ കരിയറിലെ ആദ്യ 2020 സെഞ്ചുറി നേടി. അത് 43 പന്തിൽ ആകെ നേടിയത് 103 റൺസാണ്. 6 4ഉം 10 6ഉം ഉൾപ്പെടെ ഒരു അതിഗംഭീര ഇന്നിംഗ്സ്. ഒപ്പം തന്നെ പതിവ് പോലെ അഭിഷേക് ശർമ്മ ഒരു മികച്ച തുടക്കം നൽകി. അതിനുശേഷം സൂര്യകുമാർ യാദവ് അദ്ദേഹം പരമ്പരയിലെ 3ാം അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് 63 റൺസ് നേടിക്കൊണ്ട് അങ്ങനെ ഒരു വലിയ കൂറ്റൻ സ്കോറിലേക്ക് തന്നെ ഇന്ത്യയെ കൊണ്ടുപോയി. ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിംഗ്സും എടുത്തു പറയേണ്ടതാണ്. 42 റൺസ് അതോടുകൂടി ആയപ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ 271 എന്ന കൂറ്റൻ സ്കോറിലെത്തിയത്. ഇന്ത്യ 2020 നേടുന്ന ഇന്ത്യയുടെ 3ാമത്തെ ഉയർന്ന ടീം ടോട്ടലാണിത്. അപ്പോൾ തന്നെ ഇന്ത്യയുടെ കയ്യിൽ കളി എത്തി എന്നത് ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. ന്യൂസിലാൻഡിന്റെ പോരാട്ടം എത്ര കണ്ടുണ്ടായാൽ പോലും ഇന്ത്യയെ വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു ബാറ്റിംഗ് നിര ന്യൂസിലാൻഡിന് ഇല്ല എന്നുള്ളത് ബോധ്യമായി. പക്ഷേ ന്യൂസിലാൻഡ് വലിയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ഫിൻ അലന്റെ 80 റൺസും ഒപ്പം തന്നെ രജിൻ രവീന്ദ്രയുടെ പോരാട്ടം കൂടിയായപ്പോൾ ആദ്യഘട്ടത്തിൽ മികച്ച ഒരു 117 വരെയൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പോയതാണ് കിവീസ്. പക്ഷേ ഇന്ത്യൻ ബൗളർമാർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് എടുത്ത്, അത് എടുത്തു പറയേണ്ടത് അർഷ്ദീപ് സിംഗ് ആണ്. അദ്ദേഹം 5 വിക്കറ്റ് എടുത്തു. ആദ്യ 2 ഓവറിൽ നല്ല രീതിയിൽ തല്ലുവാങ്ങിക്കുട്ടിയ അർഷദീപ് 5 വിക്കറ്റ് എടുത്തപ്പോൾ അക്സർ പട്ടേൽ ഫിന്നലന്റെ അടക്കം 3 വിക്കറ്റുമായി അങ്ങനെ ഇന്ത്യയെ 225 റൺസിൽ ന്യൂസിലാൻഡിനെ എറിഞ്ഞിടുകയും 46 റൺസിന് തകർപ്പൻ ജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. പരമ്പര ഇന്ത്യ നേരത്തെ തന്നെ സ്വന്തമാക്കിയതാണ്. പക്ഷേ 4-1 ജയത്തോടുകൂടി ഇന്ത്യ അങ്ങനെ ലോക കിരീടം നിലനിർത്താൻ ആത്മവിശ്വാസത്തോടുകൂടി കാര്യവട്ടത്ത് നിന്ന് യാത്രയാവുകയാണ്. അതിലൊപ്പം തന്നെ രാജീവ് ശുക്ല, BCCI വൈസ് പ്രസിഡന്റ്, ഈ കളിക്ക് ശേഷം അതിനോട് സംസാരിച്ചിരുന്നു, 24 പ്രതികരിച്ചിരുന്നു. എന്താണ് ഈ ജയം, എങ്ങനെയാണ് ഒരു വലിയ ആത്മവിശ്വാസമായി മാറുന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് 24 പങ്കുവച്ചത്. അതായത് ഇന്ത്യയുടെ വലിയൊരു വിജയം, 46 റൺസ് ജയം ചെറുതല്ലെന്നും ഒപ്പം തന്നെ ലോകകപ്പിന് ഇറങ്ങുമ്പോൾ ന്യൂസിലാൻഡിനെ പോലെ ഒരു വലിയ ടീമിനെ തോൽപ്പിക്കുന്നത് ഇന്ത്യയുടെ ആത്മവിശ്വാസം കൂട്ടും. പ്രത്യേകിച്ച് ഇന്നേ വരെ ഒരു ടീമും ലോക കിരീടം നിലനിർത്തിയിട്ടില്ല 2020 ഫോർമാറ്റിൽ, 2020 ലോകകപ്പിൽ. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തം മണ്ണിൽ അത് സാധിക്കാൻ ഇതുപോലൊരു വിജയം ഇതുകൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ്. മറ്റൊരു ചോദ്യം നമ്മളുടേത് ഉണ്ടായിരുന്നത് ഇഷാൻ കിഷനെ കുറിച്ചാണ്. ഇഷാൻ കിഷൻ ദീർഘകാലത്തിന് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തത്. ആ മടങ്ങി വരവിൽ വലിയ പ്രകടനമാണ് ഇഷാൻ കിഷൻ കാഴ്ചവെച്ചത്. ഒരു അർദ്ധ സെഞ്ചുറി ഈ പരമ്പരയിൽ നേരത്തെ നേടിയിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥാനം സഞ്ജു ഉള്ളതുകൊണ്ട് പുറത്തായിരുന്നു. പക്ഷേ ഇഷാൻ കിഷൻ ഒരുപക്ഷെ സഞ്ജുവിന് പോലും വെല്ലുവിളിയാവുന്ന തരത്തിൽ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ സെഞ്ചുറിയോടുകൂടി ഇനി എങ്ങനെ ഇഷാനെ പുറത്താക്കും എന്നുള്ളൊരു ചോദ്യം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ രാജീവ് ശുക്ലയും തരുന്നത്. പക്ഷേ സഞ്ജുവിനെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രജിത്ത്, അനിൽ വാസുദേവാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയ് CJയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് കർണാടക സർക്കാർ. DIG വംശി കൃഷ്ണയ്ക്കാണ് അന്വേഷണ ചുമതല. പ്രത്യേക അന്വേഷണ സംഘം അശോക് നഗറിലെ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. ഹൃദയത്തിൽ വെടിയുണ്ട തുളച്ചുകയറിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് ബന്നാർഘട്ടയിൽ നടക്കും. ഡോക്ടർ റോയ് CJയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് കർണാടക സർക്കാർ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. അന്വേഷണ സംഘത്തിൽ DIGക്ക് പുറമെ ബംഗളൂരു സൗത്ത് ഡിവിഷൻ DCP ലോകേഷിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മരണകാരണം നെഞ്ചിന്റെ ഇടതുവശത്ത് 5ാം വാരിയെല്ലിലൂടെ ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറിയതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. വലത് കൈകൊണ്ടാണ് വെടിയുതിർത്തതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. വെടിയുണ്ട ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി. കുടുംബാംഗങ്ങളുടെയും IT ഉദ്യോഗസ്ഥരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. 5 പേജുള്ള പരാതി കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ്
ഇന്ന് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആത്മഹത്യയിലേക്ക് നയിച്ചത് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് സഹോദരൻ ബാബു CJ ആരോപിച്ചു. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അന്വേഷണം വേഗത്തിലാക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശം നൽകി. ആദായനികുതി വകുപ്പിന്റെ സമ്മർദ്ദത്തിനിരയാണ് റോയ് CJ എന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആരോപിച്ചു. ನಾವು ಇದನ್ನ ತನಿಖೆ ಮಾಡಿ ಇದನ್ನ ಜನರಿಗೆ ಏನು ನ್ಯಾಯ ಏನಿದೆ, ಏನು ಸತ್ಯ ಏನಿದೆ ಅನ್ನೋದನ್ನ ತಿಳಿಸುವಂತ ಕೆಲಸವನ್ನ ಖಂಡಿತ ನಮ್ಮ ಸರ್ಕಾರ ಮಾಡ್ತದೆ. അതേസമയം റെയ്ഡുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും ഒപ്പിടാനെത്താൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ആദായനികുതി വകുപ്പിന്റെ വിശദീകരണം. 24 ബംഗളൂരു. മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ വനംവകുപ്പിന്റെ നടപടി വയനാട് ജില്ലാ കോടതി ശരിവച്ചു. പ്രതികളായ ജോസ് കുട്ടി അഗസ്റ്റിൻ, ആൻഡ്രൂ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവരുടെ അപ്പീൽ തള്ളിയാണ് കോടതിയുടെ ഉത്തരവ്. അനുമതിയില്ലാതെയാണ് പ്രതികൾ മരങ്ങൾ മുറിച്ചതെന്ന് കണ്ടെത്തിയെന്ന് ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ജയപ്രമോദ് പറഞ്ഞു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മുട്ടിൽ ഈട്ടിക്കൊള്ള കേസിലെ നിർണായക വിധിയാണ് വയനാട് ജില്ലാ കോടതിയുടേത്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ഈട്ടിത്തടികൾ സൗത്ത് വയനാട് DFO കണ്ടുകെട്ടിയിരുന്നു. 10 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 120 ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ നടപടിക്കെതിരെ പ്രതികളായ ആൻഡ്രൂ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് വനം വകുപ്പിന്റെ നടപടി കോടതി ശരിവച്ചത്. ജില്ലാ ജഡ്ജി V മൃദുലയുടേതാണ് ഉത്തരവ്. ഈ വുഡ് പട്ടയം ലഭിച്ചതിന് ശേഷമോ അതിന് മുമ്പോ എന്നുള്ള തർക്കമാണ് ഇതിൽ വന്നത്. പട്ടയം ലഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് റിസർവ് ചെയ്തു വെച്ച മരങ്ങളാണ് ഈ ആളുകൾ മുറിച്ച് കടത്തിയത്. അത് ഒരു നിയമത്തിനും അതിൻ്റെ ഒരു പരിരക്ഷ അവർക്ക് കിട്ടില്ല, ഒരു പരിപത്രത്തിൻ്റെ പരിരക്ഷയും കിട്ടില്ല, ഗവൺമെൻറ് ഓർഡറിൻ്റെ പരിരക്ഷ കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഈ വിഷയം കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കാൻ വനംവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വിധിയുടെ വിജയം. ഉപാധികളോടെ പട്ടയം ലഭിച്ച ഭൂമിയിലെ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ 2020 ഒക്ടോബറിലാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. 1960 ശേഷം നട്ടുവളർത്തിയതും സ്വയം കിളിർത്തതുമായ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാനായിരുന്നു വിവാദ ഉത്തരവിറങ്ങിയത്. ഉത്തരവിന്റെ മറവിൽ വ്യാപകമായി ഈട്ടിക്കൊള്ള നടന്നതോടെ 2021 ഫെബ്രുവരിയിൽ സർക്കാർ ഉത്തരവ് പിൻവലിച്ചു. ഇതിനകം 100 മുതൽ 250 വർഷം പഴക്കമുള്ള ഈട്ടിമരങ്ങൾക്ക് കോടാലി പതിച്ചു. വനം വകുപ്പ് 41 കേസുകൾ ചുമത്തിയിരുന്നു. വനം, പോലീസ്, റവന്യൂ വകുപ്പുകൾ 120-ലധികം കേസുകളെടുത്തു. പല കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടി തുടരുന്നുമുണ്ട്. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ജയപ്രമോദാണ് കേസിൽ ഹാജരായത്. 24 വയനാട്. റിപ്പോർട്ടർ ചാനൽ MD ആൻഡ്രൂ അഗസ്റ്റിനെതിരെ ആഞ്ഞടിച്ച് കിറ്റെക്സ് MDയും 2020 ചീഫ് കോർഡിനേറ്ററുമായ സാബു M ജേക്കബ് വസ്തുതാവിരുദ്ധമായ വാർത്തകൾ നൽകി 2020യെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ചാനലിന്റെ പ്രവർത്തനം ലൈസൻസ് ഇല്ലാതെയാണെന്നും സാബു M ജേക്കബ് ആരോപിച്ചു. തനിക്കെതിരെ വ്യാജ വാർത്ത നൽകിയതിൽ 250 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചതായും സാബു M ജേക്കബ് അറിയിച്ചു. 2020ക്കെതിരെ റിപ്പോർട്ടർ ചാനലിൽ വരുന്ന വാർത്തകളെ പാടെ തള്ളിക്കൊണ്ടാണ് ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബ് വാർത്താസമ്മേളനം നടത്തിയത്. ആൻഡ്രൂ അഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനലിലൂടെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്നും അതിനായി വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നുവെന്നും ആരോപണം. റിപ്പോർട്ടർ ചാനൽ ഈ TV ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് പല ദിവസങ്ങളിലായിട്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിറ്റെക്സിന്റെ വ്യവസായത്തെ പോലും പഠിക്കാതെ കളവ് പറയുകയാണ്. ഏതോ പാർട്ടിക്ക് വേണ്ടി ആൻഡ്രൂ അഗസ്റ്റിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരമായി റിപ്പോർട്ടർ ചാനലിലെ 16 പേർക്കെതിരെ 250 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. ലൈസൻസ് ഇല്ലാതെയാണ് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് പുറത്തുവിടാൻ ചാനൽ തയ്യാറാകണം. ആ ചാനൽ പ്രവർത്തിക്കാനായിട്ടുള്ള രേഖകൾ അവരുടെ കയ്യിലുണ്ടോ? അതുണ്ടെങ്കിൽ പൊതുജനങ്ങളെ കാണിക്കണം. അതിൻ്റെ മുകളിലും അടിയിലും കാണിച്ചാൽ പോരാ, വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ കാണിക്കണം, പുറത്തുവിടട്ടെ. അതില്ലെങ്കിൽ അടച്ചുപൂട്ടണം. നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അടച്ചുപൂട്ടണം. ഇതു സംബന്ധിച്ച് കേന്ദ്ര വാർത്താ മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ടെന്നും സാബു M ജേക്കബ് കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. സർചാർജ് കുറച്ച് KSEB. ഫെബ്രുവരിയിൽ പ്രതിമാസ ബില്ലുകാരിൽ നിന്ന് ഇന്ധന സർചാർജ് ഈടാക്കില്ല. ദ്വൈമാസ ബില്ലുകാർക്ക് യൂണിറ്റിന് 4 പൈസ ഈടാക്കും. ജനുവരിയിൽ സർചാർജ് യഥാക്രമം 8 പൈസയും 7 പൈസയുമായിരുന്നു. ഇന്ധന സർചാർജ് കുറഞ്ഞതിനാൽ ഫെബ്രുവരി മാസത്തിലെ വൈദ്യുതി ബില്ലിൽ കുറവുണ്ടാകും. വെൽക്കം ബാക്ക്. ലേറ്റ് എഡിഷൻ തുടരുന്നു. കേന്ദ്ര ബജറ്റ് നാളെ.
മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് നാളെ. കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണ് ഇത്തവണത്തേത്. 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. രാവിലെ 11 മണിക്കാണ് ബജറ്റ് അവതരണം. ഞായറാഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആഭ്യന്തര ഉൽപാദനത്തിനും ബജറ്റിൽ പ്രാധാന്യമുണ്ടാകും. റോഡ്, റെയിൽവേ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് കാര്യമായ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കാം. പ്രതിരോധം, കൃഷി, AI ഉൾപ്പെടെ സാങ്കേതിക മേഖലയ്ക്കും ബജറ്റിൽ മുൻഗണനയുണ്ടാകും. മുൻ വർഷങ്ങളിലേതിന് സമാനമായി സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ ഇത്തവണത്തെ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ആദായ നികുതി ഘടനയിൽ കാര്യമായ മാറ്റമുണ്ടാകാനിടയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകുമോ എന്നാണ് ആകാംക്ഷ. വിഴിഞ്ഞം പദ്ധതിയുടെ അനുബന്ധ വികസനങ്ങളായ റെയിൽ കണക്ടിവിറ്റി, വ്യവസായ ഇടനാഴി ഉൾപ്പെടെ കേന്ദ്ര ബജറ്റിൽ പരിഗണനയ്ക്കായി 29 ആവശ്യങ്ങളുടെ നീണ്ട പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്രമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. 24 ഡൽഹി. അതിവേഗ റെയിൽ പദ്ധതിയിൽ ഇ ശ്രീധരൻ സർക്കാർ വാക്പോര് മുറുകുന്നു. മലപ്പുറത്ത് ഓഫീസ് തുറന്ന ഇ ശ്രീധരൻ ജനങ്ങളുമായി സംവദിക്കാൻ അടുത്ത മാസം 15 മുതൽ യോഗം ചേരും. പ്രായോഗിക പദ്ധതിയാണെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. തുടക്കം മുതൽ അതിവേഗ പാതയ്ക്ക് വേണ്ടി നിന്നയാളാണ് മുഖ്യമന്ത്രിയെന്ന് മന്ത്രി P രാജീവ് തിരിച്ചടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിവേഗ റെയിൽ പ്രഖ്യാപിച്ച് നേട്ടമുണ്ടാക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്ക് ഇ ശ്രീധരൻ തടയിട്ടതോടെയാണ് പോര് മുറുകിയത്. റാപ്പിഡ് റീജിയണൽ ട്രാൻസിറ്റ് സിസ്റ്റം കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് വ്യക്തമാക്കിയതോടെ സർക്കാരും CPIയും മെട്രോമാനെതിരെ തിരിഞ്ഞു. എന്നാൽ മലപ്പുറത്ത് ഓഫീസ് തുറന്ന് അതിവേഗ പാതയ്ക്കുള്ള പ്രവർത്തനങ്ങളുമായി ഇ ശ്രീധരൻ മുന്നോട്ടു പോവുകയാണ്. ഇതിനിടെ പ്രതിപക്ഷവും നിലപാട് വ്യക്തമാക്കി. കേരളത്തിന് ദോഷകരമായി ബാധിക്കാത്ത, കേരളത്തിന് നല്ലത് വരുത്തുന്ന ഏത് കാര്യത്തെയും ഞങ്ങൾ പിന്തുണയും. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി P രാജീവ് രംഗത്തെത്തി. നാളെ ബജറ്റിൽ പറയുകയാണ് റെയിൽവേ കേരളത്തിന് അതിവേഗ റെയിൽ അംഗീകരിച്ചിരിക്കുന്നു. ശ്രീ ഇ ശ്രീധരനെ പോലെ പരിണതപ്രവർത്തനം, അദ്ദേഹം രാഷ്ട്രീയം വേറെ, അതങ്ങനെ ഒരാളെ ഇതിന്റെ ചുമതലക്കാരനായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കില്ലേ? അതിവേഗ റെയിൽ പാതയിൽ കേന്ദ്ര സർക്കാർ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. സെൻട്രൽ ഗവൺമെന്റ് ഇതെല്ലാം ആലോചിച്ചിട്ട് ചെയ്യും. ഈ ശ്രീധരൻ സാറാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. നാടിനു വേണ്ടി ഒരു റെയിൽവേ സ്കീം ഉണ്ടാക്കുക അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യും എന്നാണ് ഞങ്ങൾക്കൊരു ഉറപ്പ്. 24 തിരുവനന്തപുരം. താമരശ്ശേരി രൂപത അധ്യക്ഷൻ റെമിജിയോസ് ഇഞ്ചനാനിയലിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സമരം ചെയ്യാൻ പോലും മടിയില്ലാത്ത വ്യക്തിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നടക്കുന്ന ഇൻഫാം രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സഭകളുമായുള്ള അകലം കുറയ്ക്കാനുള്ള സർക്കാർ നീക്കത്തിന് മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന ഇൻഫാം രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന വേദി. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ എത്തിക്കാനും അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ പോലും മടിയില്ലാത്ത വ്യക്തിയാണ് താമരശ്ശേരി രൂപത അധ്യക്ഷൻ റെമിജിയോസ് ഇഞ്ചനാനിയൽ എന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. താമരശ്ശേരി പിതാവ് വയനാട്ടിലെയും മലബാറിലെയും കർഷകരുടെ പ്രയാസങ്ങൾ ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽ നിരന്തരം പെടുത്തുന്ന ഒരാളാണ്. മാത്രമല്ല അവർക്ക് വേണ്ടി തെരുവിലിറങ്ങാനും സമരം ചെയ്യാനും അദ്ദേഹത്തിന് മടിയില്ല. സർക്കാരിനെ പുകഴ്ത്തിയ റെമിജിയോസ് ഇഞ്ചനാനിയൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ, വിഷമങ്ങളിൽ സർക്കാരിന്റെ സാന്നിധ്യവും സഹായവും ഞങ്ങൾക്ക് ശക്തിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം അതിന് ഞങ്ങൾക്ക് പ്രത്യാശ നൽകുകയാണ്. കർഷകരുടെ പ്രശ്നങ്ങളിൽ സർക്കാരിനെതിരെ കടുത്ത നിലപാട് ഇൻഫാം സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ വിഷയങ്ങളിൽ സർക്കാർ പരിഹാരം കണ്ടുവെന്നാണ് ഇൻഫാമിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇനിയും പൂർത്തിയാകാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്കറിയാം, സാങ്കേതികതയുടെയും നിയമത്തിൻ്റെതുമായ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും അവ അങ്ങയുടെ ശ്രദ്ധയിൽ സജീവമായി തുടർന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. ജോസ് കെ മാണി അടക്കമുള്ളവരുടെ ഇടപെടലും ഈ നീക്കത്തിന് പിന്നിൽ നിർണായകമെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇൻഫാമിനെ അടക്കം ചേർത്ത് നിൽക്കാനായത് സർക്കാരിന് വലിയ ആശ്വാസമാണ്. 24 കോട്ടയം. വിദ്വേഷം പടർത്താനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ദ കേരള സ്റ്റോറി 2 എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ.
വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്തതും നുണകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതുമായ സംഘപരിവാർ ഫാക്ടറിയുടെ മറ്റൊരു ഉൽപ്പന്നം മാത്രമാണ് ഇതെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. മതേതരത്വത്തിന്റെ മാതൃകയായ കേരളത്തെ മതതീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായി ചിത്രീകരിച്ച് ലോകത്തിന് മുന്നിൽ അപമാനിക്കാനാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ വീണ്ടും ശ്രമിക്കുന്നതെന്നും സജി ചെറിയാൻ കുറ്റപ്പെടുത്തി. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്തു. അജിത് പവാർ കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യം സുനേത്രയ്ക്ക് നൽകിയില്ല. എക്സൈസ്, കായികം, ന്യൂനപക്ഷം, യുവജനകാര്യ വകുപ്പുകളിലായിരിക്കും സുനേത്ര കൈകാര്യം ചെയ്യുക. സുനേത്രയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. मी सुनेत्रा अजित पवार गांभीर्यपूर्वक प्रतिज्ञा करते की कायद्याद्वारे स्थापित झाले आहे. ലോക് ഭവനിലെ ചടങ്ങിൽ ഗവർണർ ആചാര്യ ദേവ്രത് സത്യവാചകം ചൊല്ലി നൽകി. സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സദസ്സിൽ നിന്ന് അജിത് പവാർ അമർ രഹേ എന്ന മുദ്രാവാക്യമുയർന്നു. മന്ത്രിസഭയിൽ അജിത് പവാർ കൈകാര്യം ചെയ്ത പ്രധാന വകുപ്പുകളായ ധനകാര്യ, ആസൂത്രണ വകുപ്പുകൾ സുനേത്രയ്ക്ക് ലഭിച്ചില്ല. പകരം കായികം, ന്യൂനപക്ഷകാര്യം, എക്സൈസ്, യുവജനകാര്യം വകുപ്പുകൾ. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനായിരിക്കും ധനകാര്യ വകുപ്പിന്റെ ചുമതല. ശരത് പവാറും സുപ്രിയ സുലെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തില്ല. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വിധാൻ ഭവനിൽ ചേർന്ന NCP MLA-മാരുടെ യോഗത്തിൽ സുനേത്രയെ നിയമസഭാ കക്ഷി നേതാവായി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. സുനേത്രയ്ക്ക് പകരം മകൻ പാർത്ഥിനെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള നീക്കങ്ങളും മഹാരാഷ്ട്രയിൽ സജീവമാണ്. ഇന്ന് രാവിലെ ബാരാമതിയിലെ വസതിയിലെത്തി പാർത്ത് ശരത് പവാറിനെയും സുപ്രിയയെയും നേരിൽ കണ്ടിരുന്നു. അജിത് പവാറിന്റെ മരണം കഴിഞ്ഞ് 4ാം നാൾ തന്നെയുള്ള തിരക്കിട്ട നീക്കം NCP ലയനത്തെ തടയാനാണെന്നും ശരത് പവാർ പക്ഷത്തിന് അഭിപ്രായമുണ്ട്. സുനേത്രയെ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളും NCPയുടെ ദേശീയ അധ്യക്ഷനെ സംബന്ധിച്ച തീരുമാനങ്ങളുമാണ് അടുത്തതായി മഹാരാഷ്ട്രയിൽ കാത്തിരിക്കുന്നത്. 24 ഡൽഹി. വെൽക്കം ബാക്ക്. ലേറ്റ് എഡിഷൻ അവസാന ഘട്ടത്തിലേക്ക്. എപ്സ്റ്റീൻ ഫയൽസിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശം തള്ളി കേന്ദ്ര സർക്കാർ. പരാമർശം അവജ്ഞതയോടെ തള്ളിക്കളയുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തിയിരുന്നത് മാത്രമാണ് വസ്തുതയെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. Reports from an email message from the so-called Epstein files that has a reference to the Prime Minister and his visit to Israel. Beyond the fact of the Prime Minister's official visit to Israel in July 2017, the rest of the allusions in the email are little more than trashy ruminations by a convicted criminal which deserve to be dismissed with the utmost contempt. എപ്സ്റ്റീൻ ഫയൽസിലെ പരാമർശം നാണക്കേടാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധം എന്താണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ മേഖലയിൽ ശക്തമായ മുന്നേറ്റവുമായി കെ-ഫോൺ. നഗര ഗ്രാമീണ മേഖലകളിൽ 1.5 ലക്ഷം കണക്ഷനുകൾക്ക് അരികിലെത്തി. വിവരസാങ്കേതിക രംഗത്ത് സമാനതകളില്ലാത്ത കുതിപ്പാണ് കെ-ഫോൺ നടത്തുന്നതെന്ന് MD ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞു. ഡിജിറ്റൽ രംഗത്ത് പുത്തൻ വഴിവെട്ടിയാണ് കെ-ഫോണിൻ്റെ കുതിപ്പ്. ആകർഷകമായ ഓഫറിൽ വൈഫൈ OTT പാക്കേജുകളുമുണ്ട്. BPL പട്ടികയിൽ വരുന്ന കുടുംബങ്ങൾക്ക് കണക്ഷൻ സൗജന്യമാണ്. നഗര ഗ്രാമീണ മേഖലകളിൽ 1.5 ലക്ഷം കണക്ഷനുകൾക്ക് അരികിലെത്തിയിരിക്കുന്നു കെ-ഫോൺ. ഡിജിറ്റൽ കേരളം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിന് ശക്തമായ അടിത്തറ ഒരുക്കുന്ന കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് 2.5 ലക്ഷം ഇൻ്റർനെറ്റ് കണക്ഷനുകൾ എന്ന സുപ്രധാന ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിക്കുകയാണ്. 1,44,700-ലധികം കണക്ഷനുകൾ കെ-ഫോൺ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്റർനെറ്റ് സൗകര്യം കുറഞ്ഞ അട്ടപ്പാടി, അമ്പൂരി, വയനാട്, നിലമ്പൂർ ആദിവാസി ഉന്നതികളെ ഡിജിറ്റലൈസ് ചെയ്യുന്ന നടപടി ഉടൻ ആരംഭിക്കും. ഞങ്ങളിപ്പോൾ ഒരു ചാലഞ്ചായിട്ട് എടുത്തിട്ടിരിക്കുന്നത് നമ്മളുടെ കേരളത്തിലുള്ള 4000 ട്രൈബൽ ഹാബിറ്റേഷൻസ് ഉണ്ട്, അവരെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ടാണ്. അപ്പം അതൊരു റൊട്ടീൻ യൂണിറ്റ് കോസ്റ്റിൽ നിൽക്കുന്ന ഒരു ഇതല്ല. ഒരു ട്രൈബൽ ഹാബിറ്റേഷന് 2 കോടി രൂപ ചിലവാകണമെങ്കിൽ വേറൊരു ട്രൈബൽ ഹാബിറ്റേഷന് 10 കോടിയാവും. ഡിപ്പെൻഡിങ് ഓൺ ഡിസ്റ്റൻസ്, ഇതെല്ലാം നോക്കുമ്പോൾ നമ്മളൊരു CSR മോഡലിൽ അങ്ങനെ ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം ആയിരക്കണക്കിന് സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, വില്ലേജ് ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ എന്നിവ നെറ്റ്വർക്ക് ശൃംഖലയിലുണ്ട്. ഉയർന്ന വേഗതയിലുള്ള വിശ്വസനീയ ഇൻ്റർനെറ്റ് ലഭ്യമാകുന്നതിലൂടെ ഭരണസേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദവുമാക്കാൻ കഴിയുമെന്ന് കെ-ഫോൺ അധികൃതർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.
മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ നാരായണൻ നായരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 4ാമത് രാഷ്ട്രീയ നൈതികതാ പുരസ്കാരം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് സമ്മാനിച്ചു. കുമ്പിടി പന്നിയൂർ നാരായണീയത്തിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് N നഗരേഷ് പുരസ്കാരം കൈമാറി. ആലങ്കോട് ലീലാകൃഷ്ണൻ, PP സുനീർ MP, KNA ഖാദർ, ദിലീപ് നാരായണൻ, അഡ്വക്കേറ്റ് ദീപ നാരായണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. നമസ്കാരം.